സംസ്ഥാനത്ത് പേവിഷബാധ വ്യാപിക്കുന്നു. കഴിഞ്ഞ വർഷം കേരളത്തിൽ പേവിഷബാധ സ്ഥിരീകരണത്തിനായി ശേഖരിച്ച സാമ്പിളുകളിൽ പകുതിയിലധികവും പോസിറ്റീവായി വന്നത് ജനങ്ങളിൽ ആശങ്ക ഉണർത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 2022 15, 2023 17, 2024 22 പേരാണ് പേവിഷബാധയെ തുടർന്ന് മരണമടഞ്ഞത്. കഴിഞ്ഞ വർഷം മാത്രം 3 ലക്ഷത്തിലേറെ നായ്ക്കൾ ആക്രമിച്ച കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2025 ഏപ്രിൽ വരെ 12 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. വടക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി കേരളത്തിൽ 1990 മുതൽ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ഓരോ പഞ്ചായത്തിലും നായ്ക്കൾക്കായി ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കാൻ കഴിയാത്തതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായി പദ്ധതിയിൽ സഹകരിക്കാത്തതും മാലിന്യം വർദ്ധിക്കുന്നതും തെരുവു നായ്ക്കൾ കൂടുന്നതിന് കാരണമായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പരിചയസമ്പന്നരായ നായപിടുത്തക്കാരുടെ അഭാവവും പദ്ധതി താളം തെറ്റുന്നതിന് കാരണമാകുന്നു. കുറച്ചുനാൾ മുമ്പ് വരെ തെരുവു നായ്ക്കളെ കൊല്ലുന്നതിന് നിയമ തടസ്സങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ തെരുവു നായ്ക്കളെ കൊല്ലുന്നത് ശിക്ഷാർഹമാണ്. തെരുവ് പട്ടികളുടെ ആക്രമണം മൂലം കേരളത്തിൽ ഇന്ന് നിരവധി ആളുകൾക്കാണ് ദിവസേന കടിയേറ്റ് അവരുടെ ജീവിതം ദുസ്സഹമാകുന്നത്. ഇതിന് ഒരു പരിഹാരം കാണണമെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും തെരുവ് പട്ടികളെ മുഴുവനും മാറ്റി പാർപ്പിക്കണം. ഇന്നിപ്പോൾ തെരുവ് പട്ടികൾക്ക് ജീവിതമില്ല, മനുഷ്യർക്ക് ജീവിതമില്ല എന്ന രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. തെരുവുനായ്ക്കൾ ഇങ്ങനെ പെറ്റുപെരുകയാണ്. വർഷം തോറും ആയിരക്കണക്കിന് തെരുവുനായ്ക്കളാണ് പെറ്റുപെരുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇപ്പോൾ ഒരു സർവേ എടുക്കുകയാണെങ്കിൽ ഒരു 10 ലക്ഷം തെരുവുനായ്ക്കൾ ഇന്ന് കേരളത്തിലുണ്ടാകും. അപ്പോൾ ഇതിന് വളരെ പെട്ടെന്ന് ഇതിന് അടിയന്തരമായിട്ട് ഒരു തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കണം. ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് ഇതിന് പരിഹാരം കാണണം. ഈ തെരുവ് പട്ടികളെ മുഴുവനും ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി ഷെൽട്ടറുകൾ പണിതോ അതല്ലെങ്കിൽ ഡോഗ് പാർക്കുകൾ നിർമ്മിച്ചോ ഇവരെ ഇവിടുന്ന് മാറ്റി ജനങ്ങളെ സുരക്ഷിതരാക്കണം. അതുപോലെ തന്നെ തെരുവ് നായ്ക്കൾക്കും നല്ല ജീവിതം കൊടുക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തെരുവ് പട്ടികളെ കൊല്ലുവാൻ പാടില്ല. അതുകൊണ്ട് ദയാവധം പോലും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഷെൽട്ടർ കൊടുക്കുക. അതല്ലെങ്കിൽ തെരുവുപട്ടികൾ എല്ലാം ഇങ്ങനെ പേ പിടിച്ച് മനുഷ്യരെ കടിച്ചു കീറുമ്പോൾ ജനങ്ങളുടെ ജീവിതം വളരെ വളരെ ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണണം. കേരളത്തെ ഇന്ത്യക്ക് മാതൃകയാക്കാൻ സാധിക്കും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതന്നെ സ്ഥിതി. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും പറയുന്നത് തെരുവ് പട്ടികളെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റണമെന്ന് തന്നെയാണ്. 99% ആളുകളുടെ അഭിപ്രായം അത് തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ABC റൂള്, വന്ധീകരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാതെ ഇതിനൊരു പരിഹാരം കാണേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഒത്തിരി വേദനയോടെ ജോസ് മാവേലി. കൃത്യമായ പ്രജനന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെയും ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കുന്നതിലൂടെയും ഒരു പരിധിവരെ തെരുവ് നായ്ക്കളുടെ വ്യാപനത്തെ തടയാൻ കഴിയും. തെരുവ് നായ്ക്കൾ കുറയുന്നതിലൂടെ കുറുക്കന്മാരും കുറുനരികളും കാട് വിട്ട് നാട്ടിൽ പെരുകുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. വളർത്തുമൃഗങ്ങളുടെയോ തെരുവ് നായ്ക്കളുടെയോ കടിയേറ്റാൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടിയാൽ പേവിഷബാധ കൊണ്ടുള്ള മരണം ഒരു പരിധിവരെ ഒഴിവാക്കാം. ശ്രീലേഖ KS, പൗരൻ ന്യൂസ് ബ്യൂറോ, ആലുവ.